നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തിരുവേഗപ്പുറയിൽ മോഷണ പരമ്പര. നരിപ്പറമ്പ് ഗവൺമെന്റ് UP സ്കൂളിലും തൊട്ടടുത്ത പെട്രോൾ പമ്പിലും മോഷണം നടന്നു. ഒരാഴ്ചക്കിടെ പഞ്ചായത്തിലെ 4 ഇടങ്ങളിലാണ് മോഷണം നടന്നത്. തിരുവേഗപ്പുറയിൽ വീണ്ടും മോഷണം. തിരുവേഗപ്പുറ നരിപ്പറമ്പ് ഗവൺമെന്റ് UP സ്കൂളിലും നരിപ്പറമ്പ് ഭാരത് പെട്രോളിയം കമ്പനിയുടെ പെട്രോൾ പമ്പിലുമാണ് മോഷണം നടന്നിരിക്കുന്നത്. സ്കൂളിൽ നിന്നും ഓഫീസ് റൂം കുത്തി തുറന്ന് മേശയിൽ സൂക്ഷിച്ചിരുന്ന 7,000 രൂപ മോഷണം പോയിട്ടുണ്ട്. പെട്രോൾ പമ്പിൽ നിന്നും 1000 രൂപയും CCTVയുടെ ഹാർഡ് ഡിസ്കുമാണ് കൊണ്ടുപോയിരിക്കുന്നത്. രാവിലെ കലോത്സവത്തിന് കുട്ടികളെ കൊണ്ടുപോകുവാൻ അധ്യാപകർ സ്കൂളിൽ എത്തിയപ്പോഴാണ് മോഷണ വിവരം ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് കൊപ്പം പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. കൊപ്പം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഡോഗ് സ്ക്വാഡും വിരലട വിദഗ്ധരും സ്ഥലത്തെത്തുന്നുണ്ട്. രാവിലെ കലോത്സവത്തിന് കുട്ടികളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ടീച്ചർമാർക്ക് 6:15 ഡ്യൂട്ടി പറഞ്ഞിരുന്നത്. അപ്പൊ അതിനു വേണ്ടി വന്ന ടീച്ചേഴ്സാണ് ഇത് കണ്ടത്. അപ്പൊ അങ്ങനെ അവര് വിളിച്ചിട്ട് ഞാൻ ഒരു ബസ് ഫീസിന്റെ ഇനത്തിൽ ഒരു 7,000 പരം രൂപ ഒരു ടീച്ചറിന്റെ മേച്ചയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ആരും കയറി നോക്കിയിട്ടില്ല, ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഒരു അലമാര പോലും പൊളിക്കാത്തത് ബാക്കിയില്ല. അധ്യാപകരുടെ മെയിൻ രേഖയായ സേവന പുസ്തകത്തിന്റെ അലമാരയും പിന്നെ അങ്ങനെ കമ്പ്യൂട്ടറിന്റെ അലമാര എല്ലാം പൊളിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ പുസ്തകങ്ങൾക്കൊന്നും കാര്യമായിട്ട് വലിയൊരു കേടുപാട് പറ്റിയതായിട്ട് ഒറ്റനോട്ടത്തിൽ തോന്നുന്നില്ല. ഇനി അത് കറക്റ്റായിട്ട് നോക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ നോക്കി ഇങ്ങനെ വേണം. പക്ഷെ അത് തൊടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ വലിയൊരു പുസ്തകങ്ങൾക്കൊന്നും വലിയ കേടുപാട് പറ്റില്ല എന്ന് തോന്നുന്നു. കാരണം ഒരു 50 SB ഉള്ള ഒരു സ്കൂളാണ്. അതുപോലെ ഒരുപാട് രേഖകളുണ്ട്. അത് എത്ര കണ്ട് ഇതിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഓരോന്നെടുത്ത് ചെക്ക് ചെയ്യേണ്ടി തന്നെ വരും. കഴിഞ്ഞ ദിവസം കൈപ്പുറം ചിനവതിക്കാവ് ക്ഷേത്രത്തിലും മോഷണം നടന്നിരുന്നു. ഇവിടെ നിന്നും CCTVയും ഹാർഡ് ഡിസ്കുമാണ് കൊണ്ടുപോയത്. തിരുവേപ്പുറയിൽ തന്നെ സ്വകാര്യ വ്യക്തിയുടെ കൃഷി ആവശ്യത്തിനായി ഉപയോഗിച്ചിരുന്ന മോട്ടോറും മോഷണം പോയിട്ടുണ്ട്. തിരുവേപ്പുറ പഞ്ചായത്തിൽ തുടർച്ചയായുള്ള മോഷണം പ്രദേശത്തുകാരെ ആശങ്കയിലാക്കുകയാണ്. രാത്രികാലങ്ങളിൽ പോലീസിന്റെ നിരീക്ഷണം ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നടന്നത് എന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്നലെ ഇവിടെ ഒരു 10-10:30ക്കാണ് ഇവിടുന്ന് ഞങ്ങളിത് ലോക്ക് ചെയ്ത് പോയിരിക്കുന്നത്. അതിന്റെ ശേഷം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കുറച്ച് വൈകിട്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അതുവരെയൊക്കെ ഇവിടെ ആളുകളും സഞ്ചാരങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കിപ്പോ അങ്ങനെ കൃത്യമായിട്ട്, പിന്നെ നമ്മളാരും ഇവിടെ ഇല്ലല്ലോ, CCTV ഉണ്ട് എന്നുള്ള ധൈര്യത്തിലാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് സമയം നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇനിയിപ്പോ നമുക്കൊരു തെളിവ് എന്നുള്ള നിലയ്ക്ക് തെളിവ് കിട്ടാനും പാകില്ലാത്ത അവസ്ഥയാണ്. ഇവിടുത്തെ DVRും മറ്റേ ഇലക്ട്രോണിക് സിസ്റ്റത്തിന്റെ അതൊക്കെ അവർ കൊണ്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ രസം. ഇത് കള്ളന്മാര് സാധാ കള്ളന്മാരല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം വിദഗ്ധരാണ്. നമുക്ക് CCTV എന്നുള്ള നിലയ്ക്ക് CCTV പരിശോധിക്കാമല്ലോ. പക്ഷെ അത് പരിശോധിക്കാനും കൂടി പറ്റാത്ത സ്ഥിതിയിൽ അതിന്റെ DVR ഒക്കെ എടുത്ത് പോയിരിക്കുകയാണ്. അപ്പൊ ആ ഒരു തെളിവും കൂടി നമുക്ക് കിട്ടാത്തൊരവസ്ഥ ഇപ്പൊ നിലവിലുണ്ട്. കൂറ്റനാട് പ്രസ് ക്ലബ് പ്രസിഡന്റിന്റെ കാറിന് പിറകിൽ സ്വകാര്യ ബസ് ഇടിച്ചു കയറിയ അപകടം. അപകടത്തിൽ കാറിന്റെ പിറകുവശം പൂർണ്ണമായും തകർന്നു. കൂറ്റനാട് സെന്ററിൽ ഗതാഗതക്കുരുക്കിൽ നിർത്തിയിട്ടിരുന്ന കാറിന് പിറകിലേക്ക് അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസ് ഇടിച്ചു കയറിയാണ് അപകടം സംഭവിച്ചത്. കൂറ്റനാട് പ്രസ് ക്ലബ് പ്രസിഡന്റും മാധ്യമപ്രവർത്തകനുമായ C. മൂസ പെരിങ്ങോടിന്റെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വ്യാഴാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു അപകടം. വഴിക്കടവിൽ നിന്നും തൃശ്ശൂരിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സാണ് അപകടം വരുത്തിയത്. അപകടത്തിൽ ഇരുവാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചെങ്കിലും ആർക്കും പരിക്കില്ല. ബസിന്റെ അമിത വേഗതയാണ് അപകടത്തിനിടയാക്കിയത്. അപകടത്തെ തുടർന്ന് കൂറ്റനാട് ടൗണിൽ ഏറെ നേരം ഗതാഗത തടസ്സവും നേരിട്ടു. ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. നാഗലശ്ശേരി പഞ്ചായത്തിൽ വർഷങ്ങളായി തുടരുന്ന CPMന്റെ കുത്തക തകർത്ത് ഇത്തവണ NDA ഭരണം പിടിച്ചെടുക്കുമെന്ന് BJP മണ്ഡലം നേതാക്കൾ കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അവകാശപ്പെട്ടു. NDAയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. ഈ 2 പഞ്ചായത്തുകളിലും ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്നത് നാഗലശ്ശേരി പഞ്ചായത്തിലാണ്. ഇവിടെ ഈ നാഗലശ്ശേരി പഞ്ചായത്ത് തീർച്ചയായിട്ടും വലിയൊരു മാറ്റം ഈ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി ഉണ്ടാകും. ഭാരതീയ ജനതാ പാർട്ടി ആയിരിക്കും അടുത്ത നാഗലശ്ശേരി പഞ്ചായത്തിൽ അധികാരത്തിലെത്തുക.
വാർഡ് കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് ചിട്ടയായ പ്രവർത്തനമാണ് തൃത്താല മണ്ഡലത്തിൽ നടത്തുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു. എന്നാൽ NDAയുടെ വിജയം തടയാൻ നാഗലശ്ശേരിയിലെ ചില ഉദ്യോഗസ്ഥർ കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട്. മരണപ്പെട്ടവരുടെയും വർഷങ്ങൾക്ക് മുമ്പ് വിവാഹം കഴിച്ചുവിട്ടവരുടെയും പേരുകൾ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നില്ലെന്നും പുതിയ വോട്ടർമാരുടെ പേര് ചേർക്കുന്നത് തടയാൻ ശ്രമം നടന്നെന്നും ഇത്തരം അട്ടിമറി നീക്കങ്ങൾ ശക്തമായി തന്നെ നേരിടുമെന്നും നേതാക്കൾ പറഞ്ഞു. നാഗലശ്ശേരി പഞ്ചായത്തിലെ പല വാർഡുകളിലും വർഷങ്ങളായിട്ട് എത്രയോ വർഷം മുൻപേ മരിച്ചുപോയ ആളുകളുടെ പേര് കിടക്കുന്നു. വിവാഹം കഴിഞ്ഞ് 10 വർഷം മുമ്പ് വിവാഹം കഴിഞ്ഞ് പോയിട്ട് ആളുകളുടെ പേര് ഇപ്പോഴും നീക്കപ്പെട്ടിട്ടില്ല. അത് ചില രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളാണെങ്കിൽ ഒരു കാരണവശാലും അവരുടെ പേര് നീക്കം ചെയ്യുന്നില്ല. നിങ്ങൾക്ക് തന്നെ അന്വേഷിച്ച് അറിയാം. കാരണം നമ്മളെല്ലാം ഒരു സിറ്റിസൺ എന്ന രീതിക്ക് നമുക്കെല്ലാം അതിന് ബാധ്യസ്ഥരാണ്. എന്തുകൊണ്ടാണ് 10 വർഷം മുമ്പേ കല്യാണം കഴിഞ്ഞ് പോയിട്ടുള്ള ഒരാളുടെ പേര് ചില രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിൽ അവരുടെ പേര് നീക്കാത്തത്? അപ്പൊ അവർക്ക് അവിടെയും വോട്ടുണ്ട്. ഞങ്ങൾ അന്വേഷിച്ച സമയത്ത് അവർ കല്യാണം കഴിഞ്ഞ് പോയ സ്ഥലത്ത് അവിടെയും വോട്ടുണ്ട്, ഇവിടെ വോട്ടുണ്ട്. നാഗലശ്ശേരി പഞ്ചായത്തിലെ 19 വാർഡിലും NDA മത്സരിക്കുമെന്ന് അറിയിച്ച നേതാക്കൾ 1ാം ഘട്ട പട്ടികയിലെ 14 സ്ഥാനാർത്ഥികളുടെ പേരുകൾ പുറത്തുവിട്ടു. വാർഡ് 1 കൂറ്റനാട് സജീവ്, വാർഡ് 2 നന്ദിയംകോട് NP മണി, വാർഡ് 3 വടക്കേവാവനൂർ സേതുമാധവൻ, വാർഡ് 4 ചാലിപ്പുറം രജനി, വാർഡ് 6 ചെറുചാൽപ്പുറം ജയശ്രീ, വാർഡ് 8 പിലാക്കാട്ടിരി പ്രിയങ്ക, വാർഡ് 9 തെക്കേ തൊഴുക്കാട് ഐശ്വര്യ, വാർഡ് 10 പെരിങ്ങോട് NP രാജൻ, വാർഡ് 12 മൂളിപ്പറമ്പ് ഷീന ഉണ്ണികൃഷ്ണൻ, വാർഡ് 13 പെരിങ്ങോട് തെക്കുമുറി പ്രിയ, വാർഡ് 14 കോതച്ചിറ തെക്കുമുറി അരുൺ, വാർഡ് 16 കോതച്ചിറ വടക്കുമുറി രാമചന്ദ്രൻ, വാർഡ് 18 ആമക്കാവ് ഭവാനി, വാർഡ് 19 തൊഴുക്കാട് രഞ്ജിഷ എന്നിവരാണ് ആദ്യഘട്ടമായി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾ. BJP തൃത്താല മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് KV മനോജ്, ജനറൽ സെക്രട്ടറിമാരായ NP രാജൻ, K കൃഷ്ണദാസ്, നാഗലശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് TP സനൽ, മണ്ഡലം ട്രഷറർ AP വേണുഗോപാൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കുലുക്കലൂർ പഞ്ചായത്തിൽ BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 19 വാർഡുകളിൽ 13 വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വികസിത കുലുക്കല്ലൂർ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് BJP കുലുക്കല്ലൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. ഇടതു വലതു മുന്നണികൾക്ക് പഞ്ചായത്തിൽ കാര്യമായ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാനായില്ല. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെ അട്ടിമറിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചതെന്നും നേതാക്കൾ പട്ടാമ്പിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഇടതു വലത് മുന്നണികൾ മാറി മാറി ഭരിച്ചുകൊണ്ട് പഞ്ചായത്തിൽ സ്വജനപക്ഷപാതവും വികസന മുരടിപ്പും മാത്രമാണ് പഞ്ചായത്തിൽ ഇരു മുന്നണികളുടെയും സംഭാവനയായിട്ടുള്ളത്. പഞ്ചായത്തിനകത്ത് റോഡുകളുടെ ശോചനീയാവസ്ഥ പോലും പരിഹരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. സ്ട്രീറ്റ് ലൈറ്റുകളുടെ കാര്യത്തിൽ ഒരു സംവിധാനം ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. തികച്ചും അടിസ്ഥാന സൗകര്യം അതാത് വാർഡുകളിൽ എത്തിച്ചു കൊടുക്കാൻ ഇവിടുത്തെ ഭരണകർത്താക്കൾക്ക് പരാജയമാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിച്ചുകൊണ്ട് വികസന മുരടിപ്പല്ലാതെ യാതൊരു വികസന കാഴ്ചപ്പാടോടുകൂടിയുള്ള ഒരു സർക്കാരുകളല്ല ഈ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ കുലുക്കല്ലൂർ പഞ്ചായത്തിൽ ഭരണം കൈയാടിയിട്ടുണ്ട്. പല പദ്ധതികളും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളായിട്ടുള്ള അർഹതപ്പെട്ടവന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അനർഹർക്കായി എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റിയിലുണ്ടായിട്ടുള്ളത്, പഞ്ചായത്ത് ഭരണത്തിലുണ്ടായിട്ടുള്ളത്. കേന്ദ്രത്തിൻ്റെ പദ്ധതിയായിട്ടുള്ള പാർപ്പിട പദ്ധതി, അതായത് വീടില്ലാത്തവന് ഏറ്റവും ആവശ്യമായിട്ടുള്ളതായിരുന്നു പാർപ്പിടം, അവന് മഴ ചോരാതെ സുഖമായി താമസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനമന്ത്രി ആവാസ് യോജന, ആ പദ്ധതി അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ് കുലുക്കല്ലൂർ പഞ്ചായത്ത്. 19 വാർഡിലെ 13 വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ BJP പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റു വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കും. CV രാജീവ്, KK ശ്രീജിത്ത്, PK അജയൻ, K ശശികുമാർ, C രാധാകൃഷ്ണൻ, അക്ഷയ് മനു, MP ശശികുമാർ, ജിനി സുരേഷ്, ലിജി രജിത്ത്, സുചിത്ര ശിവൻ, ശ്രീജ ശശികുമാർ, ഉണ്ണികൃഷ്ണൻ, ജിഷ എന്നിവരാണ് 13 വാർഡുകളിലായി മത്സരിക്കുക. വികസിത കുലുക്കല്ലൂർ എന്നതായിരിക്കും ഞങ്ങളുടെ ഏക ലക്ഷ്യം. വികസിത കുലുക്കലിനായിട്ടാണ് നമ്മൾ വോട്ട് ചോദിക്കാൻ ഓരോ വാർഡുകളിലായിട്ടും പോകുന്നത്. എല്ലാവർക്കും വേണ്ടി കുലുക്കല്ലൂരിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ടായിരിക്കും ഞങ്ങളുടെ കൂടുതൽ ഫോക്കസും ഞങ്ങളുടെ വികസന രേഖകളും അതിനെ അനുബന്ധിച്ചിട്ടുള്ളതായിരിക്കും. കുറച്ച് പദ്ധതികൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കേന്ദ്ര പദ്ധതികൾ ജനങ്ങളെ അറിയിക്കുന്നതിനും ജനങ്ങൾക്ക് വന്ന് അറിയുന്നതിനും ജനങ്ങളെ സഹായിക്കുന്നതിനും വേണ്ടി ഒരു സൗജന്യ ഹെൽപ്പ് ഡെസ്ക് ഞങ്ങൾ
മുളയങ്കാവ് സെൻട്രലിൽ തന്നെ ആരംഭിക്കും. വാർത്താ സമ്മേളനത്തിൽ BJP-ക്കൊപ്പം മണ്ഡലം പ്രസിഡന്റ് KP രാമചകുമാരൻ, പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റും ഇലക്ഷൻ കോർഡിനേറ്ററുമായ K ഹരിദാസ്, P ഉണ്ണികൃഷ്ണൻ, K മണികണ്ഠൻ, PT ജയപ്രകാശ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചില മെമ്പർമാരുടെ വീട്ടിൽ 2 വീട് 3 വീട് അത് കൊടുത്ത് തന്നെ നിലവിൽ മെമ്പറായ ആളുകളെ കസിൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ഉറച്ച മാർക്സിസ്റ്റ് ആളുകളുടെ വീട്ടിലേക്ക്. കാരണം എന്താ വെച്ചാൽ സാധാരണക്കാരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ് ഇത്തരം പദ്ധതികളുണ്ടല്ലോ, ഇത് സാധാരണക്കാർക്കുള്ള പദ്ധതികൾ BJP നടപ്പാക്കുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ BJP-യായിട്ട് സഹകരിക്കും എന്നുള്ള പേടിയിൽ ആ പദ്ധതികളെയും പേരിനൊക്കെ മറച്ചു വെച്ചുകൊണ്ട് യഥാർത്ഥ വളർച്ച മുരടിപ്പിക്കുന്ന രീതിയിലാണ് ഈ 2 മുന്നണികളും പുലിക്കല്ലൂർ ഇതേവരെ നിന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെതിരെ ശക്തമായൊരു പ്രചരണവും ശക്തമായ അവബോധം നൽകിക്കൊണ്ടാണ് BJP ഈ ഇലക്ഷനെ നേരിടുന്നത്. ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ആരാന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മറ്റ് 2 മുന്നണികളും മുന്നേ ഞങ്ങളുടെ ചിത്രത്തിലുണ്ടായിരുന്നില്ല. 10-20 കൊല്ലം മുന്നേ BJP മത്സരിക്കുന്നുണ്ടോ എന്ന് തന്നെ ചോദിക്കാത്ത ആളുകൾ നിങ്ങളുടെ ഇന്ന വാർഡിൽ ആരാ സ്ഥാനാർത്ഥി, നിങ്ങളുടെ ഇന്ന വാർഡിൽ ആരാ സ്ഥാനാർത്ഥി എന്ന് ചോദിച്ച് ഞങ്ങളെക്കാൾ കൂടുതൽ ആകാംക്ഷയോടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന 2 മുന്നണികളെ കാണാം. കേരള ഫെസ്റ്റിവൽ കോഓർഡിനേഷൻ തൃത്താല മേഖലാ കമ്മിറ്റിയുടെ 1ാം വാർഷിക സമ്മേളനം നവംബർ 16 ഞായറാഴ്ച ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്ര ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൃത്താല മേഖലയിലെ വിവിധ ആരാധനാലയങ്ങളിൽ ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി നടക്കുന്ന ഉത്സവങ്ങൾ, പെരുന്നാളുകൾ, നേർച്ച ആഘോഷങ്ങൾക്ക് ആവശ്യമായ അനുമതികൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ, പരിരക്ഷകൾ എന്നിവ ഉറപ്പുവരുത്താനും ഉത്സവപറമ്പുകളിലെ കച്ചവടക്കാരുടെയും ആനത്തൊഴിലാളികളുടെയും കലാകാരന്മാരുടെയും തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനു വേണ്ടിയാണ് കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി പ്രവർത്തിക്കുന്നത്. സംഘടനയ്ക്ക് കീഴിലുള്ള ഏകദേശം 15 പേരടങ്ങുന്ന എലിഫന്റ് റെസ്ക്യൂ ഫോഴ്സിനായി ലക്ഷ്യസ്ഥാനങ്ങളിൽ അടിയന്തര സേവനങ്ങൾക്കായി ഒരു ആംബുലൻസും ഇതിനകം സ്വന്തമാക്കിയതായി ഭാരവാഹികൾ അറിയിച്ചു. സമ്മേളനം ഞായറാഴ്ച രാവിലെ 10-ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ജനറൽ സെക്രട്ടറി വത്സൻ ചമ്പക്കര മുഖ്യപ്രഭാഷണം നടത്തും. പ്രശസ്ത ആന ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ P രാജീവ് വിശിഷ്ട എലിഫന്റ് റെസ്ക്യൂ ഫോഴ്സ് ഉദ്ഘാടനം ചെയ്യും. മേഖലാ പ്രസിഡന്റ് TV മുകുന്ദൻ മാസ്റ്റർ അധ്യക്ഷത വഹിക്കും. കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാല വിസിറ്റിംഗ് പ്രൊഫസറും കേരള സംഗീത നാടക അക്കാദമി ഭരണസമിതി അംഗവുമായ കലാമണ്ഡലം ചന്ദ്രൻ, ആനപ്പുറം കലാകാരൻ തലക്കശ്ശേരി കറുത്തേടത്തമന മണികണ്ഠൻ എന്നിവരെ ചടങ്ങിൽ ആദരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 2 പേരെ ആദരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒന്ന് കേരള കലാമണ്ഡലം വിസിറ്റിംഗ് പ്രൊഫസറായിരുന്ന കലാമണ്ഡലം ചന്ദ്രനെയും ആനപ്പുറം കലാകാരൻ നിലയ്ക്കറിയപ്പെടുന്ന മണികണ്ഠൻ കറുത്തേടത്ത് മന, ഈ 2 പേരെയും നമ്മൾ ആദരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ 1 വർഷത്തെ പ്രവർത്തന ഭാഗമായി ഒരു എലിഫന്റ് റെസ്ക്യൂ ടീമും ഒരു ആംബുലൻസ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ ആംബുലൻസിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷാണ്. ഈ എലിഫന്റ് സ്ക്വാഡിൻ്റെ വിശദ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ചെയർമാനായിരിക്കുന്ന ജയൻ കൂറ്റാണ് ക്ഷണിക്കുന്നത്. പ്രസിഡന്റ് TP മുകുന്ദൻ മാസ്റ്റർ, വൈസ് പ്രസിഡന്റുമാരായ ജയൻ കൂറ്റനാട്, തമ്പി കുളന്നൂർ, ട്രഷറർ CK സുഷി, ജോയിന്റ് സെക്രട്ടറി രവി കുന്നത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഗജവീരൻ വലിയപുരയ്ക്കൽ സൂര്യൻ ചെരിഞ്ഞു. പലവിധ അസുഖങ്ങളാൽ ആന കുറച്ച് ദിവസങ്ങളായി ക്ഷീണിതനായിരുന്നു. കൂട്ടുപാതയിലെ ആനത്തറയിൽ വെച്ച് ബുധനാഴ്ച വൈകിട്ട് 7ഓടെയാണ് ചെരിഞ്ഞത്. 70 വയസ്സോളം പ്രായമുണ്ട്. കുന്നംകുളം കിഴൂർ വലിയപുരയ്ക്കൽ തറവാട്ടിലുണ്ടായിരുന്ന 3ാമത്തെ ആനയാണ് ചെരിഞ്ഞത്. വലിയപുരയ്ക്കൽ ആര്യനന്ദൻ 7 മാസം മുമ്പ് ചെരിഞ്ഞിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് വലിയപുരയ്ക്കൽ ധ്രുവൻ എന്ന ആന കുറുക്കൻപാറയിലെ കിണറ്റിൽ വീണ് ദാരുണമായി മരണപ്പെട്ടിരുന്നു. മേഖലയിലെ എല്ലാ ഉത്സവങ്ങളിലെയും നിറസാന്നിധ്യമായിരുന്നു വലിയപുരയ്ക്കൽ സൂര്യൻ. ഓങ്ങല്ലൂർ കൊണ്ടൂർക്കര നൂറുൽ ഹിദായയിൽ ഉസ്ര മീറ്റും ഇഷ്ക് മജ്ലിസും നവംബർ 16-ന് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പട്ടാമ്പി കൊണ്ടൂർക്കര നൂറുൽ ഹിദായയിലാണ് ഈ മാസം 16-ന് ഞായറാഴ്ച ഉസ്ര മീറ്റും ഇഷക് മജ്ലിസും സംഘടിപ്പിക്കുന്നത്. രാവിലെ പതാക ഉയർത്തുന്നതോടെ പരിപാടികൾക്ക് തുടക്കം കുറിക്കും. 10 മണിക്ക് നടക്കുന്ന ഉസ്ര മീറ്റിൽ ഷറഫുദ്ദീൻ ഹുദ്വി ആർമങ്ങാട് വിഷയാവതരണം നടത്തുമെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊണ്ടൂർക്കര സെൻട്രൽ ജുമാ മസ്ജിദ് മദ്രിസ് ഹൈദരാലി സാദി മീറ്റ് ഉദ്ഘാടനം ചെയ്യും. AP അബ്ദുൽ സാഹിബ് അധ്യക്ഷത വഹിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് നടക്കുന്ന നേതൃ സംഗമം മേലെപ്പട്ടാമ്പി ജുമാ മസ്ജിദ് ഖത്തീബ് അഷ്കർ മഹരി ഉദ്ഘാടനം ചെയ്യും. ഹൈദരാലി വാഫി മുഖ്യപ്രഭാഷണം നടത്തും. കൊണ്ടൂർക്കര എന്ന പ്രദേശത്ത് 25 വർഷക്കാലമായി നല്ല രൂപത്തിൽ നടന്നു വരുന്ന ഒരു ദീനി സ്ഥാപനമാണ് നൂറുൽ ഹിദായ ഇസ്ലാമിക് സെന്റർ. അതിൻ്റെ കീഴിൽ
ഒരു ഉസ്റാ മീറ്റ് സംഘടിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 16-ാം തീയതി ഞായറാഴ്ച. അതിനോടനുബന്ധിച്ച് മഹല്ല് സാരഥി സംഗമം, അതുപോലെ ഇസ്ക് മജീസ് പോലത്തെ പരിപാടികളും നടത്തപ്പെടുന്നുണ്ട്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ പരിധി ഓങ്ങല്ലൂർ പഞ്ചായത്ത്, പട്ടാമ്പി മുനിസിപ്പാലിറ്റി എന്നീ സ്ഥലങ്ങളാണുള്ളത്. അതിൽപ്പെടുന്ന 33 മഹല്ലുകളുടെ ഒരു കൂട്ടായ്മയാണ് ഉസ്റാ മീറ്റ് എന്ന് പറയുന്നത്. സമൂഹത്തിൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളിലുണ്ടാകുന്ന മയക്കുമരുന്ന് അതുപോലത്തെ അനാശാസ്യ പ്രവർത്തനങ്ങളിൽ നിന്ന് കുട്ടികളെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി ബോധവൽക്കരണം നടത്തുക എന്ന ഉത്തമ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഉസ്റാ മീറ്റ് സംഘടിപ്പിക്കുന്നത്. വൈകിട്ട് പ്രവാചക പ്രകീർത്തന സദസ്സ് നടക്കും. സയ്യിദ് അബ്ദുറഹ്മാൻ മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിക്കും. മറ്റു വിശിഷ്ട വ്യക്തികളും പരിപാടിയിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ വി അബൂബക്കർ ഹാജി, CS ഹൈദ്രോസ്, അബ്ദുൽ ലത്തീഫി ഹുദ്വി, വി യൂസഫ് ഹാജി എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സമാപന ദിവസവും വേദികളിൽ വാശിയേറിയ മത്സരങ്ങൾ. വെള്ളിയാഴ്ച പ്രീ പ്രൈമറി കലോത്സവം നടക്കും. പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ സമാപന നാളിൽ വാശിയേറിയ മത്സരങ്ങളാണ് വിവിധ വേദികളിലായി നടന്നത്. കോൽക്കളി, ദഫ്മുട്ട്, അറവൻമുട്ട്, നാടോടി നൃത്തം, സംഘനൃത്തം എന്നിവ സമാപന ദിവസത്തിൽ നടന്ന മത്സര ഇനങ്ങളാണ്. വലിയ ജനപങ്കാളിത്തത്തോടെയാണ് കോൽക്കളി ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ അരങ്ങേറിയത്. ട്രിപ്പിൾ ജാസ്, വെസ്റ്റേൺ, വയലിൻ പശ്ചാത്തലം, വയലിൻ പൗരത്യം, ഓടക്കുഴൽ, ഗിത്താർ, മൃദംഗം, മാപ്പിളപ്പാട്ട്, സംസ്കൃതോത്സവം തുടങ്ങിയ ഭാഗങ്ങളായിട്ടും മത്സരങ്ങൾ നടന്നു. വെള്ളിയാഴ്ച പ്രീ പ്രൈമറി കലോത്സവം നടക്കും. 4 വേദികളിലായാണ് പ്രീ പ്രൈമറി കലോത്സവം നടക്കുക. ഒരു സ്വർഗം തന്നെ പടുത്തുയർത്തി അവരുടെ സ്വപ്നങ്ങൾ ചിറകുവെച്ചു ഒരു കുഞ്ഞിക്കരച്ചിരുന്നു. താരാട്ടിരീടവും കളിച്ചിരി കൊഞ്ചം
പ്രാർത്ഥന കേട്ട് അടിയാളക്കുടിയുടെ വിളക്കണഞ്ഞു. നിറകണ്ണാലേ തൊഴുകയാലേ തോണിക്കാരൻ ചാത്തപ്പൻ കരുവായി ഞാൻ തന്നെ നിൽക്കാം പമ്പ്രാൻ. കൂറ്റനാട് മല റോഡിൽ വീട്ടുമുറ്റത്തു നിന്നും ഉഗ്രവിഷമുള്ള അണലിയെ പിടികൂടി. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം. കൂറ്റനാട് മല റോഡ് സ്വദേശിയുടെ വീട്ടുമുറ്റത്തെ മതിലിനോട് ചേർന്ന് കിടക്കുന്ന നിലയിലാണ് അണലിയെ കണ്ടത്. വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഫോറസ്റ്റ് റെസ്ക്യൂ വാച്ചർ സുധീഷ് കൂറ്റനാട് സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി. പിടികൂടിയ പാമ്പിനെ പിന്നീട് വനമേഖലയിൽ വിട്ടയച്ചു. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കുന്നംകുളം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ തൃത്താല ഡോക്ടർ KB മേനോൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റുമായി സഹകരിച്ച് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടി ദന്താവബോധ ക്ലാസും ദന്തപരിശോധനാ ക്യാമ്പും നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ സെലീന പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുഖത്തെ അസ്ഥികളുടെ വളർച്ചയിലുണ്ടാകാവുന്ന വൈകല്യങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രശസ്ത കുട്ടികളുടെ ദന്തരോഗ വിദഗ്ധൻ ഡോക്ടർ സുനിൽ മുഹമ്മദ് ക്ലാസ് നയിച്ചു. വിവിധ സ്കൂളുകളിലെ കുട്ടികളുടെ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കുമായി ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കുന്നംകുളം ബ്രാഞ്ച് നടപ്പിലാക്കുന്ന ഈ യജ്ഞം നിറപുഞ്ചിരിയിലേക്കുള്ള കാൽവെപ്പാകുമെന്ന് ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ജോവി ഊക്കൻ അഭിപ്രായപ്പെട്ടു. സെക്രട്ടറി ഡോക്ടർ ജിജിൻ ജോയ് പനക്കൽ, CDS കൺവീനർ ഡോക്ടർ ഡെറിക് ജോസഫ്, ഡോക്ടർ ഡാർലി ലിനോയ്, ഡോക്ടർ ഷീം പ്രജിത്ത്, NSS കമാൻഡർ മിനി ടീച്ചർ എന്നിവർ പ്രസംഗിച്ചു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.